നേരം വെളുത്തോ? അപ്പൊ ഞാൻ എപ്പോഴാ ഇന്നലെ ഉറങ്ങിയത്? അതോ ഇനി നേരം വെളുത്തില്ലേ? നേരം നന്നായിട്ട് വെളുത്തല്ലോ. എന്തൊരു ഉറക്കാ ഞാൻ ഇന്നലെ ഉറങ്ങിയത്. ഒന്നും ഓർമ്മയില്ല. പാവം ഗൗരി എന്ത് വിചാരിച്ചാണ്? ഗൗരി, ഗൗരി. രാജുവേട്ട എണീറ്റോ? സോറി ഗൗരി, ഇന്നലെ ഗൗരി തന്ന പാല് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതോടെ ഞാൻ ഉറങ്ങിപ്പോയി. അതിനാണല്ലോ ഞാൻ കാത്തിരുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ ഉറങ്ങാൻ കാത്തിരുന്നോ? അതല്ല, ഞാൻ ഇന്നലെ കാത്തിരുന്ന ദിവസമാന്ന് പറഞ്ഞതാ. രാജുവേട്ട എന്നെ പറ്റിച്ചു. എന്തൊരു ഉറക്കമായിരുന്നു. ശരിക്കും കുംഭകർണം തന്നെ. ഇവിടെ ഒരുത്തി കാത്തിരിക്കുന്നു എന്നുള്ള വിചാരം പോലും ഇല്ലാതല്ലേ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയത്. എനിക്ക് എന്ത് വിഷമം ഉണ്ടായെന്നറിയോ? സോറി ഗൗരി, ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇന്ന് ഞാൻ അങ്ങനെ ഉറങ്ങില്ല. പാല് കുടിച്ചാലല്ലേ ഞാൻ കൂർക്കം വലിച്ചുറങ്ങൂ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ രാത്രി പാല് കുടിക്കില്ല. അയ്യോ, അത് വേണ്ട. അതെന്താ ഗൗരി? രാജീവന്റെ ആരോഗ്യത്തിനെങ്ങാനും എന്തെങ്കിലും കുഴപ്പം വന്നാലേ രാജീവന്റെ അമ്മ എന്നെയാ വഴക്ക് പറയുന്നത്. അതൊക്കെ ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഈശ്വരാ, ഇയാൾക്കിനി ഞാൻ ഉറക്ക ഗുളിക എങ്ങനെ കൊടുക്കും? ഗൗരി വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. പിന്നെ രാജീവേട്ടാ, ഈ പാല് കുടിക്കുന്നതേ ഒഴിവാക്കാൻ പറ്റില്ല. അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. എന്തെന്ന്? എന്നും രാത്രി ഒരു ഗ്ലാസ് പാല് തരണോന്നോ? ആ, അത് ഞാൻ എങ്ങനെയാ നിഷേധിക്കുന്നത്? എന്റെ ഗൗരി, നീ ഇത്ര പാവമായി പോയല്ലോ. ഗൗരി അമ്മയോട് പറയാതിരുന്നാ പോരെ? അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നാലും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പാടുണ്ടോ? രാജീവേട്ടന്റെ അമ്മ എന്റെ സ്വന്തം അമ്മയല്ലേ? ഗൗരി, നമുക്ക് ഉടനെ ഒരു കുഞ്ഞ് വേണോന്നാ അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുന്നേ. ഇനി അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. എന്താ ഒരു തിടുക്കം. അയ്യോ, ഗൗരിക്കും തിടുക്കായോ? എനിക്കറിയായിരുന്നു ഗൗരിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന്. ഓ പിന്നെ, എനിക്കും ഭയങ്കര ആഗ്രഹമല്ലേ. അതൊക്കെ പോട്ടെ, രാവിലെ കുടിക്കാൻ ചായ താ ഗൗരി. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ ചായ വേണം. ഞാൻ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കോട്ടെ രാജീവേട്ടാ. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇത്തിരി കഴിഞ്ഞ് ചായ ഇട്ട് തരാം. അങ്ങനെ പറയല്ലേ ഗൗരി, ചായ ഇട്ടോണ്ട് വാ. ചെല്ലേ. ഇപ്പൊ തന്നെ വേണോ രാജീവേട്ടാ? വേണം. ഓ, ഇല്ലെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോവാൻ പറ്റില്ല. പോയി ചായ കൊണ്ടുപോവാ. ഈ രാജീവന്റെ ഒരു കാര്യം ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ചായ കുടിച്ചില്ലെങ്കിൽ ചത്തുപോകും. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട മോളെ. നീ തന്നെ ചായ കൊണ്ടുവരും. എന്നോടാ കളി. ഇവള് ഏത് കോവിലിലെ പൂജാരിയാടി? ഏട്ടന്റെ ഹൃദയകോവിലിന്റെ പൂജാരി. എന്താ ശരിയല്ലേ? ഈ കാണിക്കുന്നൊക്കെ എന്ത് പ്രഹസന ഗൗരിച്ചി. നമ്മുടെ ശ്രമങ്ങളെല്ലാം പാളിപ്പോയല്ലോടി. അവരൊരുമിച്ച് ഷൂട്ടിങ്ങിന് പോവാൻ തുടങ്ങുവാന്നാ തോന്നുന്നത്. എവിടെങ്കിലും പോയി തൊലയട്ടെ. അത്ര നേരം ഈ വീട്ടിലൊരു സമാധാനം കിട്ടുമല്ലോ. ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഏട്ടന്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവൂ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ പോലൊരു ഭാര്യയും സ്നേഹമുള്ളൊരു അച്ഛനും അനിയനും ഉള്ളപ്പോ നന്മയല്ലാതെ മറ്റെന്തെനിക്ക് സംഭവിക്കാൻ? പരസ്പരം പുകഴ്ത്താൻ ഭാര്യയും ഭർത്താവും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ചുമ്മാതല്ല, അരഞ്ഞാണ ചരടിൽ അനിയനെ കൊണ്ട് നടന്നാലും ഭർത്താവ് കമാന്നൊരക്ഷരം മിണ്ടാത്തത്. നന്ദിനി, തോന്നിയോസം പറയരുത്. ഗിരി അത്തരക്കാരനൊന്നും അല്ല. ആങ്ങളെ പറഞ്ഞപ്പോ പെങ്ങക്ക് പൊള്ളിയല്ലേ? അപ്പോ ഇതൊക്കെ കണ്ടും കേട്ടും കഴിയുന്ന ഭാര്യയായി എനിക്ക് എത്ര പൊള്ളണം? മടുത്തു. എന്നാ പിന്നെ താമസിക്കണ്ട, ഇറങ്ങാൻ നോക്കൂ. പിന്നെ ഒരു പുതിയ ജീവിതം ഈശ്വരൻ തന്നാന്ന് കരുതിയാ മതി. പ്രാർത്ഥനയോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ.
ഈ സിനിമ നിനക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരും, അച്ഛൻ ഉറപ്പാ. ചെല്ലു മോനെ. ശരി, വാ. ഇറങ്ങാറായോ? ഇറങ്ങാൻ തുടങ്ങായിരുന്നു. ദാ പ്രസാദം, നിന്റെ പേരിൽ അർച്ചനയും ശത്രുസംഹാര പുഷ്പാർച്ചനയും കഴിപ്പിച്ചതാ. ആഹാ. ഗിരി, പ്രസാദം എന്റെ കൈ തന്നാ മതി. അതെന്താ ഇന്നൊരു പ്രത്യേകത? സാധാരണ ക്ഷേത്രത്തിൽ പോയി വരുമ്പോ രണ്ടാൾക്കും ഞാൻ പ്രസാദം തൊട്ട് തരുന്നതിൽ പതിവ്. ഇനി അത് വേണ്ട. നിന്റെ പ്രാർത്ഥനയും സ്നേഹവും ഈ ഏട്ടത്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ നീ എന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് തരുന്നത് ഇനി ശരിയല്ല. ഭാര്യയുടെ നെറ്റിയിൽ ചന്ദനം തൊടിക്കാനുള്ള അവകാശം ഭർത്താവിന് മാത്രം. ഇങ്ങത്താ, അയ്യോ, ഞാൻ തൊട്ടോ. അത് വേണ്ട. അനിയന് ഒരു മകന്റെ സ്ഥാനം കൂടി ഉണ്ടെന്നല്ലേ ഏട്ടത്തി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മകന്റെ സ്ഥാനത്ത് നിന്ന് ഈ ചന്ദനം തൊട്ടത് കൊണ്ട് ഒരു കുഴപ്പമില്ല, അല്ല നീലേ? പിന്നല്ലാതെ. എടാ, ഈ ഏട്ടത്തിയെ വെറും ഒരു ഏട്ടത്തിയല്ല, ഏട്ടത്തി അമ്മയാ. നീ ധൈര്യമായിട്ട് ചന്ദനം തൊട്ട് കൊടുക്ക. കൊണ്ടല്ലേ ഗൗരിച്ചി നിങ്ങളുടെ അനിയും കാണിക്കുന്നത്? എത്ര സുന്ദരായിട്ടാ ഒരു ഭർത്താവിനെ വഞ്ചിക്കുന്നത്. അത് മാത്രം നിങ്ങളുടെ അനി എന്നെ വഞ്ചിക്കുന്നത്. നീ ഒന്ന് അടങ്ങ്. ആ, എന്നാ പിന്നെ ഇനി ഇറങ്ങാൻ നോക്ക്. അച്ഛാ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നന്നായി വരും. എന്റെ മുമ്പ് പോയിട്ട് വാ. ഓ, പോയിട്ട് വാ. പോയിട്ട് വരട്ടെ. എന്റെ ഏട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഈ പടവേ സൂപ്പർ ഹിറ്റ് ആവും. നിന്റെ നാവ് അത് പൊന്നാവട്ടെ. സ്വാതി, നമുക്കിറങ്ങാം. അച്ഛാ. ആ ഗിരി, നീ ആ രാജീവിന്റെ കാര്യം നോക്കിയോളേ. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി. അച്ഛാ, രാത്രി ജനലും വാതിലും അടച്ചു കുറ്റിയിടുന്നേ. കള്ളന്മാരുടെ സീസണായത്. ഞങ്ങൾ ചിലപ്പോ രാത്രി തിരികെ വരാൻ ലേറ്റ് ആവും. അതൊക്കെ അച്ഛൻ നോക്കിക്കോളാം. ഓള് പോയിട്ട് വാ. ശരി അച്ഛാ. അവരിറങ്ങുന്നതിന് മുമ്പ് കള്ളന്മാരെ പറ്റി പറഞ്ഞത് എന്തോ അർത്ഥം വെച്ചല്ലേ? അർത്ഥം വെച്ചോ? എന്തർത്ഥം? ആരെയോ കുത്തി പറഞ്ഞതുപോലെ. കുത്തി പറഞ്ഞോ? ഏയ്, ചേച്ചിക്ക് ചുമ്മാ തോന്നിയതാ. അതെ, ഒന്ന് നിന്ന്. നിങ്ങക്ക് നാണോണ്ടോ മനുഷ്യ? നാണോ? എന്തിന്? ഏട്ടത്തിയാണത്രേ ഏട്ടത്തി. സ്വന്തം ഭർത്താവ് നിൽക്കുമ്പോ ആ പെണ്ണും പിള്ളയുടെ നെറുകയിൽ ചന്ദനം തൊട്ട് കൊടുക്കാൻ നിങ്ങക്ക് എന്താ അവകാശം? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ചന്ദ്രൻ തൊട്ട് കൊടുത്തത്. എടി, അതെന്റെ ഏട്ടത്തിയമ്മയാ. അമ്മയുടെ സ്ഥാനത്താ ഞാൻ ഏട്ടത്തിയെ കാണുന്നത്. ഞാൻ ചന്ദ്രൻ തൊട്ട് കൊടുത്തതിലേ ഒരു തെറ്റുമില്ല. ഓ, ഒരമ്മ കണ്ടാലും പറയും അമ്മയും മോനും ആണെന്ന്. ദേ, എന്നെ ഇങ്ങനെ എല്ലാ കാലത്തും പറ്റിക്കാന്ന് കരുതണ്ട. ഒരു ദിവസം രണ്ടാളുടെ രഹസ്യ കച്ചവടം ഞാൻ കയ്യോടെ പിടികൂടും. നോക്കിക്കോ. നന്ദിനി, മലർന്നു കിടന്ന് തുപ്പുന്നത് ആർക്കും നല്ലതല്ല. സ്വന്തം കണ്ണിലെ കരടെടുത്ത് മാറ്റിയിട്ട് മതി ബാക്കിയുള്ളവർ ഉപദേശിക്കുന്നത്. മനസ്സിലായോ?
അതെന്താ വലിച്ച ഈ മലർന്നിടന്ന് തുപ്പുന്നതും കണ്ണിലെ കരടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നിനക്ക് സാവധാനം മനസ്സിലായിക്കോളും. സ്വാതി, എന്താണ് ഒരു ആലോചന? ഒന്നുമില്ല ഏട്ടാ. അതല്ല, തന്റെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. അവിടെ വെച്ച് ഗിരി ചന്ദ്രൻ തൊടാൻ തുടങ്ങിയപ്പോ തന്റെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ. അതൊക്കെ ഏട്ടന് ചുമ്മാ തോന്നുന്നതാ. അതെ, എന്റെ വെറും തോന്നലായിരിക്കാം. എന്നാലും അങ്ങനെ എനിക്ക് തോന്നിയില്ലേ? സാധാരണ അവൻ നമുക്ക് രണ്ടുപേർക്കും പ്രസാദം തൊട്ട് തരുമ്പോ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പതിവ്. പക്ഷേ ഇന്ന് മാത്രം താൻ അതിന് തടസ്സം പറഞ്ഞ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. ഏട്ടാ, എല്ലാവരും ഒരുപോലെയല്ല. നമ്മൾ കാരണം ഗിരിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ അത്രേ കരുതിയുള്ളൂ. അവൻ തന്റെ നെറ്റിയിൽ ചന്ദനം തൊടിയിച്ചു എന്ന് കരുതി എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഈ ആണുങ്ങളൊക്കെ സ്വാർത്ഥന്മാരാന്ന് പറയുന്നത് വെറുതെ അല്ല. എന്നുവെച്ചാ നന്ദിനി അവിടെ നിൽക്കുന്നത് ഏട്ടൻ കണ്ടില്ലായിരുന്നോ? നന്ദിനി അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് തനിക്കെന്താ പ്രശ്നം? അവളെ ഗിരിയുടെ ഭാര്യ. ഏട്ടത്തെയായാലും ഞാനൊരു ചെറുപ്പക്കാരിയായ സ്ത്രീയാ. ഗിരിയും ഞാനും തമ്മിൽ അത്ര വലിയ പ്രായ വ്യത്യാസവും ഇല്ല. എനിക്കവൻ എന്റെ മകന്റെ സ്ഥാനത്ത് തന്നെയാ. തിരിച്ചവൻ എന്നെ കാണുന്നതും അങ്ങനെ തന്നെയാ. പക്ഷേ നന്ദിനിയുടെ മനസ്സിൽ എന്താന്ന് നമുക്കറിയില്ലല്ലോ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ നെറ്റിയിൽ ചന്ദനം തൊടുന്നത് ഒരു പെണ്ണിനും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്താ ഞാൻ പറഞ്ഞത് ഏട്ടന് വിശ്വാസമായില്ലേ? എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അല്ല, നമ്മുടെ വീട്ടിൽ ഇതുവരെ കള്ളന്മാരുടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ താനെന്തിനാ അച്ഛനോട് കള്ളന്മാരുടെ കാര്യം സൂചിപ്പിച്ചത്? ഇനി അതിന് ഇതുപോലെ വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. കാലം വല്ലാത്തതാ. മോഷ്ടിക്കാൻ വന്നവര് വീട്ടുകാരെ ഉപദ്രവിക്കുന്ന കഥകളാ ദിവസവും നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്റെ പൊന്നെ, എന്തൊക്കെ അറിയണം. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഈ നായികമാരെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുമ്പോ സത്യത്തിൽ അവരോടൊരു ഇഷ്ടം തോന്നുമോ? ചിലപ്പോ തോന്നിയേക്കും. എന്തേ അതിപ്പോ ചോദിക്കാൻ? ചുമ്മാ. എടി കുശുമ്പി, എനിക്ക് മനസ്സിലായി. ഈ സിനിമയിൽ കാണുന്നതൊക്കെ ശരിക്കും കെട്ടിപ്പിടിക്കുന്നതാണോ? അതോ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറയുന്ന പോലെ അത് ക്യാമറ ടെക്നിക്കാണോ? അതെ, അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ തനിക്ക് കിട്ടിയ അവസരമാ നമ്മുടെ ഈ യാത്ര. മനസ്സിലായില്ലേ? ദേ, ഞാൻ ചിലപ്പോ നായികയെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോ ഓടി വന്നെന്നെ സ്വാതി തല്ലാതിരുന്നാ മതി. കെട്ടിപ്പിടിക്കുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ ഉമ്മ അത് വേണ്ട. അതെന്താ? അതെനിക്ക് സങ്കടാവും. അയ്യോ എടോ, ഇതൊക്കെ വെറും ആക്ടിംഗ് അല്ലേ? ഒരു സ്റ്റാർട്ടിനും കട്ടിനും ഇടയ്ക്കുള്ള വെറും അഭിനയം. ഇവിടുത്തെ ആർക്കും ആരോടും ഒരു ഇഷ്ടവുമില്ല, ആത്മാർത്ഥതയുമില്ല. പണവും പ്രശസ്തിയും നേടാനുള്ള ഒരു ജോലി, അത്രയും വിചാരിച്ചാ മതി. അല്ല, ചെറിയൊരു കുന്നിക്കുരുവോളം കുശുമ്പ് തന്റെ മനസ്സിലും ഉണ്ടല്ലേ? എങ്ങനെ കാണാതിരിക്കും? വർഗം പെണ്ണല്ലേ? ഒന്ന് പോയേട്ടാ.
ആ അതെ, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. മധുര മുന്തിരിങ്ങ. അതാണ് ഹേ പടത്തിന്റെ പേര്. എനിക്ക് മുകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറും ഡിസൈനറും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ മാനേജറായ ഈ സുനിൽ വെള്ളാനിയുടെ പ്രസൻസ് ഇല്ലാതെ ഷൂട്ട് നടക്കില്ല. എല്ലാം എന്റെ കൈകളിലൂടെയാ പോകുന്നത്. ഡയറക്ടർ കിടിലം ആളല്ലേ, ദേവദാസ്. ശരിപ്പിക്ക. പിന്നെ ചക്കരക്കൂടത്തെ കൈയിട്ട നക്കാത്തവരുണ്ടോ? അയ്യോ, ചക്കരക്കൂടം വന്നു. പ്രൊഡ്യൂസറും വൈഫും വന്നു. ഒന്ന് ഫോൺ വെക്കണോ? നമസ്കാരം സാർ. വരൂ മാഡം. എന്തായി, തുടങ്ങാറായില്ലേ? ഇല്ല, ലൈറ്റപ്പ് നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഹീറോ ഇതുവരെ എത്തിയില്ലേ? ഇല്ല മാഡം, അവരെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് എടുക്കാൻ ഇവിടെ വേറെ ഷോട്ട് ഉണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡിഒപി. സാറ് രാവിലെ തന്നെ എത്തിയോ? എത്താതെ പറ്റില്ലല്ലോ, പ്രൊഡ്യൂസർ ആയി പോയില്ലേ. അത് ശരിയാ. അതെ, എല്ലാരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലാൻ ചെയ്ത ദിവസത്തിനുള്ളിൽ തന്നെ ഷൂട്ടിംഗ് തീർക്കണം. ഇടയ്ക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ തടസ്സങ്ങൾ കാരണം ഇപ്പോൾ തന്നെ ബഡ്ജറ്റ് ഇരട്ടിയായി നിൽക്കുക. പകുതിക്ക് നിന്ന് പോയിട്ട് വീണ്ടും ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാനുള്ള പാട് ചില്ലറയല്ല. എല്ലാം അറിയാൻ ബോബിച്ചായ. മാഡം പറഞ്ഞ ഡേറ്റിൽ തന്നെ പടം ഞാൻ തീർത്തു തരാം. ദേവദാസിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. പ്രൊഡ്യൂസറെ സേവ് ചെയ്യുന്ന ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ദേവദാസിന്റെയാണ്. നീൽ മഹേഷിന് അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ പടം ഇപ്പൊ റിലീസായത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഷ്ടകാലം. ആർക്കെന്ത് പറ്റിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങൾ പ്രൊഡ്യൂസർമാരല്ലേ. ഡോൺ വറി, ഇത്തവണ എല്ലാം നന്നായിട്ട് വരും. നായകന്റെ പോർഷൻ മിക്കവാറും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് നായികയുടെ പോർഷൻ. എടോ സുനിലേ, പഴയ നായികയെ മാറ്റിയ കാര്യം നീൽ മഹേഷിനോട് പറഞ്ഞോ? ഇല്ല സാർ, ഇതുവരെ പറഞ്ഞിട്ടില്ല. വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് ദേവദാസ് സാർ പറഞ്ഞതുകൊണ്ടാ ഞാൻ. അത് മതി. വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ തഞ്ചത്തിലങ്ങ് പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്വഭാവം എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നീൽ മഹേഷ് അങ്ങനെ കുഴപ്പമുള്ള ആളല്ല സാർ. അതെ, പുതിയതായി വന്ന നായകന്മാരിൽ സിനിമയോട് ഡെഡിക്കേഷനുള്ള ആളാ നീൽ. ഒരു കാര്യത്തിനും ആവശ്യമില്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. ആളൊരു ജെന്റിൽമാനാ. അത് ശരി. പറഞ്ഞു തീർന്നില്ല, ആളിതേ എത്തിയല്ലോ. നീലെത്തി. സാർ, വണ്ടി ഒന്ന് മാറ്റിയിടണം. മാറ്റിട്ടോ. വേഗം വാ. നീൽ വരണം. നമസ്കാരം സാർ. ബോബിച്ചായ. നമസ്കാരം മാഡം. ഞാൻ ലേറ്റ് ആയോ? ഇല്ലില്ല, ഓൺ ടൈം. നിങ്ങൾ പക്കാ ജെന്റിൽമാൻ ആണെന്ന് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ളവരെയാ ഇന്ന് ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യം. താങ്ക് യു സർ. സർ, ഇത് സ്വാതി, എന്റെ ഭാര്യ. നമസ്കാരം. ഇത് ഡയറക്ടർ ദേവദാസ് സാറ്. ഇത് പ്രൊഡ്യൂസർ ബോബിച്ചായ. നമസ്കാരം. മാഡത്തെ അറിയാലോ. അറിയാം, അന്ന് വീട്ടിൽ വന്നതല്ലേ, മനസ്സിലായി. ദേ സ്വാതി, അന്ന് പറഞ്ഞൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ അത് നമ്മുടെ സിനിമയെ ബാധിക്കരുതെന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. സോറി കേട്ടോ. അതൊക്കെ എനിക്കറിയാം മാഡം. ഏട്ടനുണ്ടാവുന്ന ഏത് പേഴ്സണൽ പ്രോബ്ലവും സിനിമയെ കൂടി ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് അനിയന്റെ ഭാര്യയ്ക്കും ഏട്ടന്റെ പെങ്ങൾക്കും ഒരു അബദ്ധം പറ്റിയതാ. നായകനും ഭാര്യയും ബന്ധുക്കളും ചേർന്ന് ഷോപ്പിംഗ് മാളിൽ നിന്നും വിലപിടിപ്പുള്ള സാരികൾ മോഷ്ടിച്ചു എന്ന നിലയിലാ പല അന്തിപത്രങ്ങളിലും വാർത്ത അച്ചടിച്ചു വന്നത്. എന്റെ ഡെയ്സി, അതൊക്കെ കഴിഞ്ഞില്ലേ? സ്ക്രിപ്റ്റിംഗ്. നീൽ മേക്കപ്പ് ചെയ്തോളൂ. ശരി സാർ. എവിടെയാ സുനിലേ? വരൂ സാർ. മാഡം വരൂ. ദേവദാസ് സാറേ, പറയൂ ബോബിച്ചായ. നായികയുടെ കാര്യം പറയാത്തതിനി കുരിശായിട്ട് മാറുമോ? ഇപ്പം തന്നെ പറയേണ്ടതായിരുന്നു. തഞ്ചത്തി പറഞ്ഞാൽ മതിയോ? നീ തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. കിഷോറേ സാർ, നമുക്ക് ഷോട്ട് ഒന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ സാർ, വരൂ.
ദേ പറഞ്ഞ ദിവസം കൊണ്ട് തീർത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. പറഞ്ഞ കാശിൽ കൂടുതൽ ഞാൻ തരത്തില്ല. നീ ഒന്ന് അടങ്ങ് ഡേസി. സിനിമയാകുമ്പോ അങ്ങനെയൊക്കെയാ. എല്ലാ സ്കെയിൽ വെച്ച് അളന്നും നൂല് പിടിച്ചും ലെവല് നോക്കിയും ചെയ്യാൻ കഴിയില്ല.